ജോർജ് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരൻ്റെ ബോഡി എന്തൊക്കെ ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് നശിപ്പിക്കാൻ നോക്കുന്നു. എന്നാലും അയാൾ ചെയ്ത ആ പാപം അയാളിൽ നിന്ന് മാറുന്നതേയില്ല. ആ ഗിൽറ്റ് ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ദൃശ്യം 2ഉം 3ഉം ഒക്കെ ഇറങ്ങിയതും ഇറങ്ങാൻ പോകുന്നതും ഒക്കെ. ഒരിക്കലും ഒരാളെ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അതൊരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ദൃശ്യത്തെ പറ്റി എന്തെങ്കിലും ഇവിടെ പറയുന്നതെന്ന്. സോറി, ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മൂവി മോഹിനിയാട്ടം. സോ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഷൈജി കുറുപ്പിൻ്റെ ഒരു മൂവിയാണ് മോഹിനിയാട്ടം. ഇതിന് ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഭരതനാട്യം. പക്ഷേ ഭരതനാട്യം ഈസ് അബൌട്ട് ഫാമിലി ബോണ്ടിങ് ഒക്കെ ആണെങ്കിൽ പോലും ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ മൂവി ഈസ് അബൌട്ട് ഒരാളെ കൊല്ലുന്നത് ബ്രൂട്ടലി, ബട്ട് ഇറ്റ്സ് എ ഡാർക്ക് ഹ്യൂമർ എന്നും പറയുന്നുണ്ട്. ആസ് എ ടീച്ചർ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ മൂവി. എനിക്ക് മാത്രം അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. മൂവി കോമഡിയാണ്, അതാണ് ഇതാണ്, മാടയാണ് കോടയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരാളെ കൊല്ലുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണോ? അപ്പോൾ പറയും ദൃശ്യത്തിൽ കൊന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ ഗിൽറ്റിൽ നിന്ന് മാറുന്നില്ല, അയാൾക്കൊരു സമാധാനമേ കിട്ടുന്നില്ല എന്ന് ആ മൂവി കാണിക്കുന്നുണ്ട്. പക്ഷേ മോഹിനിയാട്ടം അങ്ങനെയല്ല. ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരാളെ തട്ടിയതിന് ശേഷം ആ ഒരു പീസായിട്ട് ലാസ്റ്റ് പോകുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അതെങ്ങനെ ശരിയാവും? ഒരാളെ കൊന്നതിന് ഇത്രയും സിമ്പിളാണോ? കൊല്ലാൻ പറ്റുമോ അങ്ങനെ ഒരാളെ? അപ്പോൾ സൊസൈറ്റിക്ക് നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താ? ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ടീം വർക്കോടെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ലോയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആസ് എ ടീച്ചർ എനിക്ക് തോന്നുന്നില്ല. ഒരാളെ കൊല്ലുന്നതും ആഫ്റ്റർ ദാറ്റ് അതിനോട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഭയങ്കര കോമഡി വൈസ് എത്തിക്കുന്നുണ്ടെങ്കിലും കൊല്ലുന്നതും ഇപ്പോഴും ഒരു ക്രൈമാണ്. നമുക്കൊരിക്കലും ഒരാളെ കൊല്ലാൻ ഒരു അവകാശമില്ല. എത്ര ദേശത്തിൻ്റെ പുറത്താലും കൊല്ലാൻ ഒരു അവകാശമില്ല. പക്ഷേ ഈ മൂവിയിൽ കൊല്ലുന്നതും സിമ്പിൾ, അതിനുശേഷമുള്ള പ്രൊസീജിയർ അതിലും സിമ്പിൾ. ചില സീനൊക്കെ ഇത് സ്പോയിലറായി പോകും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഓവർ എക്സാജറേറ്റ് ചെയ്യുന്നില്ല. ചില സീനൊക്കെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ആൾക്കാരൊക്കെ ചിരിച്ച് മറിയുന്നു. ഹലോ, ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരാളെ കൊല്ലുന്നതാണ്. അതാണ് മെയിൻ തീം. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന രീതിയിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഡാർക്ക് ഹ്യൂമറിൻ്റെ ഭയങ്കരമായ ആവശ്യമില്ലാത്തൊരു ഡിസ്റ്റർബിങ് സ്റ്റേജിലൂടെയാണ് ഈ മൂവി പോകുന്നത് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിക്കും. അത് നിൻ്റെ ഒപ്പീനിയൻ അല്ലേ? എൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ടീച്ചർ കൺസേൺ അബൌട്ട് എൻ്റെ ഫ്യൂച്ചർ പിള്ളേർ, അതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. ഫിലിം മേക്കേഴ്സിന് ഇത് ഭയങ്കര ഒരു ഇൻകം നൽകിയൊരു മൂവിയാണ്, ഭയങ്കരമായിട്ട് വിജയിച്ചു ഒക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾ സൊസൈറ്റിക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? അപ്പോൾ നിങ്ങൾ പറയും മൂവീസ് കണ്ട് എൻ്റർടൈൻ ചെയ്യാനുള്ളതല്ലേ? ആര് പറഞ്ഞു? മൂവീസിന് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഈവൻ